ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഡെയിലി ഇംഗ്ലീഷ് ക്ലാസ് റൂമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ +1 ഇംഗ്ലീഷിൻ്റെ ഒന്നാമത്തെ യൂണിറ്റിലെ രണ്ടാമത്തെ പാഠമായ ഐ വിൽ ഫ്ലൈ എന്ന ഡോക്ടർ APJ അബ്ദുൽ കലാം നടത്തിയ ഒരു പ്രസംഗത്തിൻ്റെ ആക്ടിവിറ്റീസാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഈ പാഠത്തിൻ്റെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്, അത് കണ്ടിട്ടില്ലാത്തവർ അത് കാണുക. അതുപോലെ തന്നെ ഇതിലെ ഓരോ ആക്ടിവിറ്റീസും നമ്മൾ വിശദമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് അതിൻ്റെ മീനിങ്, അതിൻ്റെ ആൻസർ ഇതിൽ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ ആരംഭിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ആവശ്യമുള്ളവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. അപ്പോൾ ഇവിടെ ഒന്നാമത്തെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് തിങ്ക് ആൻഡ് റെസ്പോണ്ട്. ആർ യു കോൺഫിഡൻറ്റ് ഇനഫ് ടു ആസ്ക് ക്വസ്റ്റ്യൻസ് ഓർ എക്സ്പ്രസ് യുവർ വ്യൂസ് ഇൻ പബ്ലിക്? അപ്പോൾ നിങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കാനും അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കാനും ഉള്ള കോൺഫിഡൻസ് നിങ്ങൾക്കുണ്ടോ? പൊതുവായ ഒരു വേദിയിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാനുള്ള ഒരു കോൺഫിഡൻസ് നിങ്ങൾക്കുണ്ടോ? യെസ്, ഐ ആം കോൺഫിഡൻറ്റ് ഇനഫ് ടു ആസ്ക് ക്വസ്റ്റ്യൻസ് ആൻഡ് എക്സ്പ്രസ് മൈ വ്യൂസ് ഇൻ പബ്ലിക്. ഹൗഎവർ, എന്നിരുന്നാലും there are times when I might feel nervous. എന്നാലും ചില സമയത്ത് എനിക്ക് ഒരു പേടിയും ഭയമൊക്കെ തോന്നാറുണ്ട്. ബട്ട് ഐ അണ്ടർസ്റ്റാൻഡ് ദ ഇമ്പോർട്ടൻസ് ഓഫ് വോയിസിങ് മൈ തോട്ട്സ്. പക്ഷേ എനിക്കറിയാം എൻ്റെ അഭിപ്രായങ്ങൾ അത് ഞാൻ പറയുക തന്നെ വേണം. രണ്ടാമത്തെ ചോദ്യം, ഹാവ് യു എവർ ഫെൽറ്റ് ഇൻഫീരിയർ ടു അതേഴ്സ് ഇൻ എനി വേ? നിങ്ങൾക്ക് എപ്പോഴെങ്കിലും നിങ്ങൾ മറ്റുള്ളവരെക്കാൾ മോശമാണെന്നോ അല്ലെങ്കിൽ ചെറുതാണെന്നോ അങ്ങനെയുള്ള തോന്നൽ നിങ്ങൾക്കുണ്ടായിട്ടുണ്ടോ? യെസ്, there have been moments when I felt inferior to others. അങ്ങനെയുള്ള അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എസ്പെഷ്യലി when I compared myself to people who seem more talented or confident. അപ്പോൾ ഇത് സംഭവിക്കുന്ന എപ്പോഴാണ്? നിങ്ങളെക്കാളും കഴിവുള്ള, നിങ്ങളെക്കാളും ആത്മവിശ്വാസമുള്ള ആളുമായിട്ട് നിങ്ങളെ താരതമ്യം ചെയ്യുമ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. But I have learned that everyone has unique strengths and weaknesses. പക്ഷേ ഒരു കാര്യം ഞാൻ മനസ്സിലാക്കുന്നു, എല്ലാവരും അതുല്യരാണ്. ഓരോരുത്തരും വ്യത്യസ്തരാണ്. ഓരോരുത്തരുടെയും കഴിവുകൾ വ്യത്യസ്തമാണ്. അവരുടെ വീക്ക്നെസ് അതും വ്യത്യസ്തമാണ്. ഹൗ ക്യാൻ യു ഓവർകം യുവർ ഫിയർ ഓർ ഇൻഹിബിഷൻ? അപ്പം നിങ്ങളുടെ തടസ്സങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ ഭയം, അതിനെ എങ്ങനെ നിങ്ങൾക്ക് മറികടക്കാൻ കഴിയും? ഹൗ ക്യാൻ യു ഓവർകം യുവർ ഫിയർ ഓർ ഇൻഹിബിഷൻ? I can overcome my fear or inhibition by practicing speaking in front of a mirror or with friends. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയുള്ള ഭയം ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ മുമ്പിൽ വെച്ചിട്ട് അത് അവതരിപ്പിച്ച് നോക്കുക. അല്ലെങ്കിൽ ഒരു കണ്ണാടി ഉണ്ടെങ്കിൽ കണ്ണാടിയുടെ മുമ്പിൽ വെച്ചിട്ട് നിങ്ങളത് പറഞ്ഞു നോക്കുക. പ്രിപ്പയറിങ് തറലി, നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. റിമൈൻഡിങ് മൈ സെൽഫ് ദാറ്റ് മേക്കിംഗ് മിസ്റ്റേക്സ് ഈസ് പാർട്ട് ഓഫ് ദ ലേണിംഗ് പ്രോസസ്സ്. അതുപോലെ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ്, തെറ്റുകൾ വരിക എന്നുള്ളത് നമ്മൾ പഠിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ ലക്ഷണമാണ്. അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ഒരു കാര്യം ചെയ്യുമ്പോൾ അതിൽ മിസ്റ്റേക്കുകൾ വരാം. അപ്പോൾ അത് തിരുത്തിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണ് വേണ്ടത്. ബിൽഡിംഗ് സെൽഫ് കോൺഫിഡൻസ്, നമ്മളിൽ തന്നെ ഒരു വിശ്വാസം ഉണ്ടായിരിക്കുക, ആത്മവിശ്വാസം ഉണ്ടായിരിക്കുക. ത്രൂ സ്മോൾ അച്ചീവ്മെൻറ്റ്സ് ഓൾസോ ഹെൽപ്സ്. അപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങൾ ആദ്യം ചെയ്യുക, പിന്നെ വലിയ കാര്യങ്ങളിലേക്ക് പോവുക. അപ്പോൾ ഈ രീതിയിൽ നമുക്കൊരു കോൺഫിഡൻസ് നേടിയെടുത്ത് നമുക്ക് ഈ പ്രശ്നം പരിഹരിക്കാവുന്നതാണ്. വാട്ട് ഈസ് യുവർ അംബീഷൻ ഇൻ ലൈഫ്? അപ്പോൾ ഇതൊരു പേഴ്സണൽ ആയിട്ടുള്ള ചോദ്യമാണ്. നിങ്ങൾ എന്തായി തീരണമെന്നാണ് നിങ്ങളുടെ ആഗ്രഹം? മൈ അംബീഷൻ ഇൻ ലൈഫ് ഈസ് ടു ബിക്കം എ സക്സസ്ഫുൾ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ. അപ്പോൾ ഓരോരുത്തരുടെ ആഗ്രഹങ്ങൾ വ്യത്യസ്തമായിരിക്കും. ഇതൊരു മോഡലായിട്ട് പറയുകയാണ്. എൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത് ഒരു വലിയ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആവുക എന്നുള്ളതാണ്. ഹു ക്യാൻ ഡെവലപ്പ് ഇന്നോവേറ്റീവ് സൊല്യൂഷൻ ടു റിയൽ വേൾഡ് പ്രോബ്ലംസ്. അപ്പോൾ നമ്മൾ നേരിടുന്ന എന്തെങ്കിലും പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരങ്ങൾ ഉണ്ടാക്കുക, അതുപോലെ ജീവിതം കൂടുതൽ സുഖകരമാക്കുക, എളുപ്പമാക്കുക. ഐ എയിം ടു യൂസ് ടെക്നോളജി ടു മേക്ക് പോസിറ്റീവ് ഇമ്പാക്റ്റ് ഓൺ സൊസൈറ്റി. അപ്പോൾ സമൂഹത്തിൽ പോസിറ്റീവായിട്ടുള്ള ഫലങ്ങൾ ഉണ്ടാക്കുക ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട്. അതാണ് എൻ്റെ ലക്ഷ്യം. ആർ യു കോൺഫിഡൻറ്റ് ദാറ്റ് യു ക്യാൻ ഫുൾഫിൽ യുവർ ഡ്രീംസ്? അപ്പോൾ നിങ്ങൾക്ക് ആത്മവിശ്വാസമുണ്ടോ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വപ്നം നേടിയെടുക്കാൻ കഴിയുമെന്നുള്ളത്? യെസ്, ഐ എം കോൺഫിഡൻറ്റ് ദാറ്റ് ഐ ക്യാൻ ഫുൾഫിൽ മൈ ഡ്രീം. എനിക്ക് എൻ്റെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ കഴിയും. ഐ ബിലീവ് ദാറ്റ് വിത്ത് ഹാർഡ് വർക്ക്. പക്ഷെ അതിന് എന്ത് വേണം? ഹാർഡ് വർക്ക് വേണം, ഡെഡിക്കേഷൻ വേണം, അതുപോലെ കണ്ടിന്യൂസ് ലേണിംഗ്, തുടർച്ചയായ പഠനം, ആത്മാർത്ഥത, അതുപോലെ ഹാർഡ് വർക്ക് ചെയ്യാനുള്ള മനസ്ഥിതി. ഈ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നമ്മളുടെ ഗോൾസ് നേടാൻ കഴിയും. ഐ ക്യാൻ അച്ചീവ് മൈ ഗോൾസ്. ഹൗ ഡു യു തിങ്ക് യു ക്യാൻ അറ്റൈൻ യുവർ ഗോൾ? എങ്ങനെയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ സ്വപ്നം നേടിയെടുക്കാൻ കഴിയുക, അല്ലെ നിങ്ങളുടെ ലക്ഷ്യം നേടിയെടുക്കാൻ കഴിയുക? ഐ ക്യാൻ അറ്റൈൻ മൈ ഗോൾ ബൈ ഫോക്കസിങ് ഓൺ മൈ സ്റ്റഡീസ്. അപ്പോൾ എൻ്റെ പഠനത്തിൽ ശ്രദ്ധിക്കുക.
ഗെയിനിങ് പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ത്രൂ ഇന്റേൺഷിപ്സ് ആൻഡ് പ്രൊജക്ട്സ്. അതുപോലെ തന്നെ പഠിത്തം മാത്രം പോരാ, ആ ഫീൽഡിൽ നമ്മൾ ആദ്യം അസിസ്റ്റൻ്റായി നിന്നുകൊണ്ട് കാര്യങ്ങളൊക്കെ പഠിക്കുക, മനസ്സിലാക്കുക, സീനിയർ ആയിട്ടുള്ള ആളുകളുടെ ഉപദേശങ്ങൾ സ്വീകരിക്കുക, സീക്കിംഗ് മെൻറ്റർഷിപ്സ് ആൻഡ് സ്റ്റേയിങ് അപ്ഡേറ്റഡ് വിത്ത് ദ ലേറ്റസ്റ്റ് അഡ്വാൻസ്മെൻറ്റ് ഇൻ ടെക്നോളജി. അതുപോലെ ഏറ്റവും പുതിയ കാര്യങ്ങൾ നമ്മളെപ്പോഴും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, ഏറ്റവും പുതിയ കാര്യങ്ങൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുക. പെർസിസ്റ്റൻസ് ആൻഡ് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ആർ ഓൾസോ ക്രൂഷ്യൽ. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ സ്ഥിരോത്സാഹവും അതുപോലെ എല്ലാ കാര്യങ്ങളെയും പോസിറ്റീവായി കാണുന്ന ഒരു സ്വഭാവവും. ഇനി ഇതിലെ രണ്ടാമത്തെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഒരു പ്രസംഗമാണ്. ഇമാജിൻ ദാറ്റ് യു ഗെറ്റ് ദി ഓപ്പർച്യൂണിറ്റി ടു അഡ്രസ് ക്ലാസ് 10 സ്റ്റുഡൻസ് ബിഫോർ ദർ പബ്ലിക് എക്സാമിനേഷൻ. അപ്പോൾ നിങ്ങൾക്കൊരു അവസരം ലഭിച്ചു എന്ന് കരുതുക. 10ാം ക്ലാസ്സിലെ കുട്ടികൾ പൊതുപരീക്ഷ എഴുതാൻ പോകുന്നതിന് മുൻപ് അവരോട് സംസാരിക്കാൻ നിങ്ങൾക്കൊരു അവസരം ലഭിച്ചു. അപ്പം നിങ്ങളൊരു അവരെ ഒന്ന് എൻകറേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്രസംഗം നടത്തുകയാണ്. ഇപ്പം നമ്മൾ പഠിച്ച ഐ വിൽ ഫ്ലൈ എന്ന പാഠത്തെ ബേസ് ചെയ്തുകൊണ്ട്, ഓൺ ദ ബേസിസ് ഓഫ് ഡോക്ടർ കലാംസ് മെസ്സേജ്, പ്രിപ്പയർ എ സ്പീച്ച് ടു മോട്ടിവേറ്റ് ആൻഡ് പ്രിപ്പയർ ദം ഫോർ ദി എക്സാമിനേഷൻ. അപ്പോൾ അവരെ ഒന്ന് പ്രചോദിപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അവരെ പരീക്ഷയ്ക്ക് ഒരുക്കാൻ വേണ്ടി ഒരു പ്രസംഗം നടത്താനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ പാഠത്തിലെ അബ്ദുൽ കലാം സാർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ചേർത്തുകൊണ്ട് ഒരു പ്രസംഗം തയ്യാറാക്കാം. ഡിയർ സ്റ്റുഡൻസ്, പ്രിയമുള്ള വിദ്യാർത്ഥികളെ, I am thrilled to stand before you today as you prepare for your public examinations. അപ്പോൾ ഞാൻ നിങ്ങളോട് 2 വാക്ക് സംസാരിക്കാൻ ആഗ്രഹിക്കുകയാണ്. ദിസ് ഈസ് എ സിഗ്നിഫിക്കൻറ്റ് മൈൽ സ്റ്റോൺ ഇൻ യുവർ അക്കാഡമിക് ജേർണി. അപ്പോൾ നിങ്ങൾ എഴുതാൻ പോകുന്ന ഈ പരീക്ഷ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, വളരെ പ്രധാനപ്പെട്ട ഒരു മൈൽ സ്റ്റോണാണ്. And I want to share some thoughts that I hope will inspire and guide you through this important time. അപ്പോൾ നിങ്ങളുമായിട്ട് ചില കാര്യങ്ങൾ ഞാൻ ഷെയർ ചെയ്യാം. Our dreams and desires have the power to come true if we truly believe in them. അപ്പോൾ നമ്മുടെ സ്വപ്നങ്ങളും നമ്മുടെ ആഗ്രഹങ്ങളും ഒക്കെ സാധിക്കും നമ്മൾ അതിൽ ഉറച്ചു വിശ്വസിക്കുകയാണെങ്കിൽ. ഈച്ച് വൺ ഓഫ് യു ഹാസ് ഇമ്മൻസ് പൊട്ടൻഷ്യൽ. എല്ലാവരിലും ധാരാളമായ കഴിവുകളുണ്ട്. ആൻഡ് ദ എബിലിറ്റി ടു അച്ചീവ് ഗ്രേറ്റ് തിങ്സ്. വലിയ കാര്യങ്ങൾ നേടിയെടുക്കാനുള്ള കഴിവുണ്ട്. റിമെമ്പർ ദ വേർഡ്സ് ഓഫ് ഡോക്ടർ APJ അബ്ദുൽ കലാം. അപ്പോൾ അബ്ദുൽ കലാം പറഞ്ഞ കാര്യം ഓർക്കുക. ദ മൈൻഡ് ഓഫ് എ യങ് പേഴ്സൺ ഇസ് ദ മോസ്റ്റ് പവർഫുൾ റിസോഴ്സ് ഓൺ ദി എർത്ത്. അപ്പോൾ ഒരു ജ്വലിക്കുന്ന ഒരു യുവാവിൻ്റെ മനസ്സാണ് ഏറ്റവും ശക്തമായ ഒരു റിസോഴ്സ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം ഒരു ചെറുപ്പക്കാരനായ വ്യക്തി ഒരു കാര്യം ഉറച്ച് തീരുമാനിച്ച് അതിനു വേണ്ടി പ്രവർത്തിച്ചാൽ അത്രയും ശക്തിയുള്ള വേറെ ഒന്നും ലോകത്തില്ല എന്നാണ് പറയുന്നത്. ഇറ്റ് ക്യാൻ ഹെൽപ്പ് യു ഓവർകം ചലഞ്ചസ് ആൻഡ് ഷേപ്പ് യുവർ ഫ്യൂച്ചർ. തിങ്ക് ഓഫ് യുവർ സെൽഫ് ആസ് സംവൺ ബോൺ വിത്ത് വിങ്സ് റെഡി ടു സോർ ഹൈ. അപ്പം നിങ്ങളെക്കുറിച്ച് കാണേണ്ടത് എന്താണ്? നിങ്ങൾക്ക് ചിറകുകളുണ്ട്, നിങ്ങൾക്ക് പറക്കാൻ കഴിയും, നിങ്ങൾ പറക്കാൻ തയ്യാറാവുകയാണ്. ദിസ് എക്സാം ഈസ് നോട്ട് ജസ്റ്റ് എ ടെസ്റ്റ്. ഇത് വെറും ഒരു ടെസ്റ്റ് അല്ല ഈ പരീക്ഷ എന്ന് പറയുന്നത്. ഇറ്റ്സ് എ ചാൻസ് ടു ഷോ വാട്ട് യു ആർ കേപ്പബിൾ ഓഫ്. നിങ്ങൾ ആരാണെന്ന് തെളിയിക്കാൻ കഴിയുന്ന ഒരു ടെസ്റ്റാണ്, അല്ല നിങ്ങളുടെ കഴിവുകൾ പ്രകടിപ്പിക്കാൻ കഴിയുന്ന ഒരു ടെസ്റ്റാണ്. യു മൈറ്റ് ഫീൽ നെർവസ് ഓർ അൺസർട്ടൺ ആൻഡ് ദാറ്റ്സ് പെർഫെക്റ്റ്ലി ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ പേടി തോന്നും, പരീക്ഷയെക്കുറിച്ച് ഓർക്കുമ്പോൾ ഭയം തോന്നും. അതൊക്കെ സാധാരണമാണ്, അതിൽ ഒന്നും പേടിക്കേണ്ട കാര്യമില്ല, അതൊക്കെ ഓക്കെയാണ്. ഡോക്ടർ കലാം വൺസ് ഷെയർഡ് എ സ്റ്റോറി ഓഫ് എ സ്റ്റുഡൻറ്റ് ഹു വാസ് നെർവസ് അബൌട്ട് ആസ്കിംഗ് ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഡോക്ടർ കലാം ഒരു കുട്ടിയുടെ കാര്യം പറയുന്നുണ്ട്. അതായത് അവനെപ്പോഴും സംശയങ്ങളൊക്കെ ചോദിക്കാനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല, അവനെപ്പോഴും പേടിയായിരുന്നു. This student was afraid and felt unprepared, but the most important thing was to keep moving forward with confidence. പക്ഷെ അങ്ങനെ നമ്മൾ നിന്നിട്ട് കാര്യമില്ല. നമുക്ക് ചോദിക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ ധൈര്യമായിട്ട് നിന്ന് ചോദിക്കണം. നമുക്കതിനുള്ള ആത്മവിശ്വാസം ഉണ്ടാവണം, കോൺഫിഡൻസ് ഉണ്ടാവണം. ബിലീവിങ് ഇൻ യുവർ സെൽഫ് ആൻഡ് ഡോണ്ട് ലെറ്റ് ഡൗട്ട്സ് ഓർ കമ്പാരിസൺ വിത്ത് അതേഴ്സ് ഹോൾഡ് യു ബാക്ക്. അപ്പോൾ നിങ്ങളുടെ കഴിവിൽ വിശ്വാസം വെക്കുക. അതുപോലെ നിങ്ങളെ വേറൊരാളുമായിട്ട് ഒരിക്കലും കമ്പയർ ചെയ്യാൻ പാടില്ല. കാരണം നിങ്ങൾ ഓരോരുത്തരും വ്യത്യസ്തരാണ്, നിങ്ങൾ മറ്റുള്ള ആളിൽ നിന്ന് വ്യത്യസ്തരാണ്. യു ആർ യുണീക്ക് ആൻഡ് യുവർ ജേർണി ഈസ് ഡിഫറെൻറ്റ് ഫ്രം എനിവൺ എൽസസ്. വേറെ ആരുടെയും യാത്ര പോലെയല്ല നിങ്ങളുടെ യാത്ര. Just as Dr. Kalam emphasized, many around us might try to make us conform to what they think is right. അപ്പോൾ ഡോക്ടർ കലാം ഇവിടെ പറയുന്ന ഒരു കാര്യം, നമ്മുടെ ചുറ്റുമുള്ള ആളുകൾ, നമ്മുടെ സമൂഹം നമ്മളെപ്പോഴും അവരുദ്ദേശിക്കുന്ന ഒരു കാര്യത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. പക്ഷെ അത് ശരിയല്ല, അങ്ങനെയല്ല. നമ്മൾ അതിനുവേണ്ടി നമ്മൾ നിന്ന് കൊടുക്കുകയല്ല ചെയ്യേണ്ടത്.
ബട്ട് ട്രൂ സക്സസ് കം ഫ്രം എംബ്രേസിങ് യു ഹൂ യു ആർ. നിങ്ങൾക്കേ അറിയൂ നിങ്ങൾ ആരാണ്, നിങ്ങളുടെ ആഗ്രഹം എന്താണ്, നിങ്ങളുടെ കഴിവ് എന്താണെന്നുള്ളത്. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ നിങ്ങളായി തന്നെ തുടരുക. ആൻഡ് സ്ട്രൈവിങ് ടു ബി ദ ബെസ്റ്റ് വേർഷൻ ഓഫ് യുവർ സെൽഫ്. നിങ്ങൾ ഒരാളാവാൻ ശ്രമിക്കരുത്, നിങ്ങളാവാൻ തന്നെ ശ്രമിക്കുക. നിങ്ങളുടെ കഴിവ് നിങ്ങളായി തുടരുക. അത് ഏറ്റവും നല്ല രീതിയിൽ, ഏറ്റവും ബെസ്റ്റ് രീതിയിൽ നിങ്ങൾ ചെയ്യുക. As you prepare for your exams, focus on your own growth and goals. അപ്പം നിങ്ങൾ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുമ്പോൾ നിങ്ങളുടെ ആഗ്രഹം, നിങ്ങളുടെ സ്വപ്നം, അതിനെ ഫോക്കസ് ചെയ്യുക. വർക്ക് ഹാർഡ്, സ്റ്റേ പോസിറ്റീവ്, ഡോണ്ട് ബി അഫ്രൈഡ് ടു ആസ്ക് ഫോർ ഹെൽപ്പ് വെൻ യു നീഡ് ഇറ്റ്. നിങ്ങൾക്ക് സഹായം ആവശ്യമുള്ളപ്പോൾ ധൈര്യമായിട്ട് ചോദിക്കുക, പോസിറ്റീവായിട്ട് ചിന്തിക്കുക, നല്ലവണ്ണം ഹാർഡ് വർക്ക് ചെയ്യുക. റിമെമ്പർ ദാറ്റ് എവറി ചലഞ്ച് ഈസ് ആൻ ഓപ്പർച്യൂണിറ്റി ടു ലേൺ ആൻഡ് ഗ്രോ. അപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരികയാണെങ്കിൽ ഓരോ പ്രശ്നങ്ങളും നമുക്ക് പുതിയ കാര്യങ്ങൾ പഠിക്കാനുള്ള അവസരങ്ങളായിട്ട് കാണുക. കീപ് യുവർ ഡ്രീംസ് അലൈവ് ആൻഡ് കണ്ടിന്യൂ വർക്കിംഗ് ടുവേർഡ്സ് ദം. നിങ്ങളുടെ സ്വപ്നം എപ്പോഴും മനസ്സിൽ വെക്കുക, അതിനുവേണ്ടി വർക്ക് ചെയ്യുക. നോ മാറ്റർ ഹൗ ടഫ് തിങ്സ് മേ സീൻ. എത്ര ബുദ്ധിമുട്ട് വന്നാലും നമ്മൾ അതിൽ നിന്ന് പിന്മാറാതെ മുന്നോട്ട് പോവുക. ഇൻ ദി എൻഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഇസ് ടു കീപ് മൂവിങ് ഫോർവേഡ്. മുന്നോട്ട് പോകുക എന്നുള്ളതാണ് പ്രധാനം. നെവർ സ്റ്റോപ്പ് ട്രൈയിങ്. ഒരിക്കലും നമ്മുടെ ആഗ്രഹം ഉപേക്ഷിച്ച് പുറകോട്ട് മാറരുത്. ഓൾവേസ് ബിലീവ് ദാറ്റ് യു ക്യാൻ അച്ചീവ് യുവർ ഡ്രീംസ്. നിങ്ങളുടെ സ്വപ്നം നിങ്ങൾക്ക് സാക്ഷാത്കരിക്കാൻ കഴിയുമെന്നുള്ള വിശ്വാസം എപ്പോഴും ഉണ്ടാവണം. ജസ്റ്റ് ആസ് ഡോക്ടർ കലാം ഇൻസ്പയർഡ് മില്യൺസ്, ലെറ്റ് യുവർ എഫേർട്സ് ഇൻസ്പയർ യു ടു റീച്ച് ന്യൂ ഹൈറ്റ്സ്. അപ്പോൾ കലാം ലോകത്തിലെ ആളുകളെ ഇൻസ്പയർ ചെയ്തതുപോലെ നിങ്ങളുടെ ശ്രമങ്ങൾ നിങ്ങളെ ഇൻസ്പയർ ചെയ്യട്ടെ. യു ഹാവ് ദ വിങ്സ് ടു ഫ്ലൈ. നിങ്ങൾക്ക് ചിറകുകളുണ്ട് പറക്കാൻ. സോ സ്പ്രെഡ് ദം വൈഡ്. അപ്പോൾ അത് വിടർത്തുക. എയിം ഹൈ. ഉയരത്തിലുള്ള ഒരു ലക്ഷ്യം കാണുക. ഗുഡ് ലക്ക് വിത്ത് യുവർ എക്സാമിനേഷൻസ്. പരീക്ഷയ്ക്ക് വേണ്ടി നന്നായി ഒരുങ്ങുക. റിമെമ്പർ ദാറ്റ് യു ഹാവ് ദ പവർ ടു അച്ചീവ് ഗ്രേറ്റ്നസ്. അപ്പോൾ ഓർക്കാൻ നിങ്ങൾക്ക് എപ്പോഴും വലിയ കാര്യങ്ങൾ ചെയ്യാനുള്ള ശക്തിയും കഴിവും നിങ്ങൾക്കുണ്ടെന്ന് ഓർക്കുക. താങ്ക് യു എന്ന് പറഞ്ഞ് നമുക്ക് ഈ ഒരു സ്പീച്ച് അവസാനിപ്പിക്കും. ഇനി ഇതിൽ ഒരു ആക്ടിവിറ്റി കൂടി ബാക്കിയുണ്ട്. അത് ഒരു ഇമെയിൽ എഴുതാനുള്ള ആക്ടിവിറ്റിയാണ്. ആക്ടിവിറ്റി നമ്പർ 3. You get inspired by Dr. APJ Abdul Kalam's message and decided to communicate your thoughts and ideas to your friend who's studying abroad. അപ്പോൾ വിദേശത്ത് പഠിക്കുന്ന നിങ്ങളുടെ സുഹൃത്തിന് നിങ്ങളൊരു ലെറ്റർ എഴുതാൻ പോവുകയാണ്. നിങ്ങൾ ഈ ഒരു പാഠം വായിച്ചപ്പോൾ നിങ്ങൾക്ക് കുറേ പുതിയ ആശയങ്ങൾ കിട്ടി, അല്ലെങ്കിൽ നിങ്ങളതിൽ വളരെ താല്പര്യം തോന്നി, പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളെ വല്ലാതെ സ്വാധീനിച്ചു. അപ്പോൾ അതിനെപ്പറ്റി നിങ്ങളുടെ ഫ്രണ്ടിന് ഒരു ലെറ്റർ എഴുതുകയാണ്. അപ്പോൾ സബ്ജക്റ്റ് എംബ്രേസിങ് അവർ ഡ്രീംസ് ആൻഡ് സോറിങ് ഹൈ. നമ്മുടെ സ്വപ്നങ്ങൾ നേടുക, അതുപോലെ ഉയരത്തിൽ പറക്കുക. അപ്പോൾ ജോൺ എന്ന് പറഞ്ഞ ഫ്രണ്ടിന് എഴുതുന്ന ഒരു ലെറ്ററാണ്. ഹായ് ജോൺ, ഐ ഹോപ്പ് ദിസ് ഇമെയിൽ ഫൈൻഡ്സ് യു വെൽ ആൻഡ് ട്രൈവിംഗ് ഇൻ യുവർ സ്റ്റഡീസ് അബ്രോഡ്. അപ്പോൾ നിങ്ങൾക്ക് സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഐ റീസെൻ്റ്ലി കെയിം അക്രോസ് ആൻ ഇൻസ്പയറിംഗ് മെസ്സേജ് ഫ്രം ഡോക്ടർ APJ അബ്ദുൽ കലാം ദാറ്റ് ഐ വാണ്ടഡ് ടു ഷെയർ വിത്ത് യു. അപ്പോൾ ഞാൻ ഈ അടുത്തിടെ APJ അബ്ദുൽ കലാമിൻ്റെ ഒരു മെസ്സേജ് എനിക്ക് ലഭിക്കുകയുണ്ടായി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചില ആശയങ്ങളൊക്കെ എന്നെ വല്ലാതെ സ്വാധീനിച്ചു. അത് താങ്കളുമായിട്ട് ഷെയർ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഹിസ് വേർഡ്സ് ഹാവ് ഡീപ്ലി റെസൊനേറ്റഡ് വിത്ത് മീ ആൻഡ് ഐ തിങ്ക് ദേ വിൽ ഇൻസ്പയർ യു ടു. അത് നിങ്ങളെയും ഇൻസ്പയർ ചെയ്യും. ഡോക്ടർ കലാം സ്പോക്ക് അബൌട്ട് ദ പവർ ഓഫ് ഡ്രീംസ്. അപ്പോൾ ഡോക്ടർ കലാം പറയുന്നത് സ്വപ്നങ്ങളുടെ ശക്തിയെക്കുറിച്ചാണ്. പവർ ഓഫ് ഡ്രീംസ് ആൻഡ് ദ പൊട്ടൻഷ്യൽ വിത്തിൻ ഈച്ച് ഓഫ് us. അതുപോലെ ഓരോ ആളുകളിലുമുള്ള കഴിവിനെ കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. Our dreams and desires can become reality if we truly believe in them. അപ്പോൾ നമ്മുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാവും നമ്മൾ അതിൽ നന്നായിട്ട് വിശ്വസിക്കുകയാണെങ്കിൽ. ദിസ് ഐഡിയ റിയലി സ്ട്രക്ക് എ കോഡ് വിത്ത് മീ. അപ്പോൾ ഈ ഒരു ആശയം എന്നെ വല്ലാതെ ആകർഷിച്ചു. ഇറ്റ് റിമൈൻഡഡ് മീ ദാറ്റ് നോ മാറ്റർ വെയർ വി ആർ ഓർ വാട്ട് ചലഞ്ചസ് വി ഫേസ് അവർ പൊട്ടൻഷ്യൽ ഈസ് ബൗണ്ട്ലെസ്. അപ്പോൾ എന്ത് തന്നെ സംഭവിച്ചാലും, എന്ത് തന്നെ പ്രതിസന്ധികൾ നേരിടേണ്ടി വന്നാലും നമ്മുടെ കഴിവുകൾ അത് ഒരിക്കലും ലിമിറ്റ് ചെയ്യാൻ പാടില്ല. അതിന് ലിമിറ്റ് ഇല്ലാത്തതാണ്. ഹി ഓൾസോ എംഫസൈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് കോൺഫിഡൻസ് ആൻഡ് സെൽഫ് ബിലീഫ്. അപ്പോൾ ആത്മവിശ്വാസവും അതുപോലെ സ്വന്തം കഴിവിലുള്ള വിശ്വാസത്തിൻ്റെയും പ്രാധാന്യം അദ്ദേഹം എംഫസൈസ് ചെയ്യുന്നു, ഊന്നി പറയുന്നു. ഡോക്ടർ കലാം ഷെയർഡ് എ സ്റ്റോറി അബൌട്ട് എ സ്റ്റുഡൻറ്റ് ഹു ഫെൽറ്റ് നെർവസ് ആൻഡ് അൺഷ്യൂർ അബൌട്ട് ആസ്കിംഗ് ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഒരു സ്റ്റുഡൻറ്റിൻ്റെ ഒരു അനുഭവം പറയുന്നുണ്ട്. ഇദ്ദേഹം ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ അവിടെയുള്ള ഒരു സ്റ്റുഡൻറ്റ് എഴുന്നേറ്റ് നിന്ന് ചോദിച്ച ഒരു ചോദ്യത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. ഈ സ്റ്റുഡൻറ്റിന് വലിയ പേടിയായിരുന്നു, ചോദ്യങ്ങളൊക്കെ ചോദിക്കാൻ വലിയ ഭയമായിരുന്നു. ദിസ് സ്റ്റുഡൻറ്റ് വാസ് വറീഡ് അബൌട്ട് കമ്പയറിങ് ഹിംസെൽഫ് ടു അതേഴ്സ് ആൻഡ് ലാക്ക്ഡ് കോൺഫിഡൻസ്. അപ്പോൾ ഈ കുട്ടി എപ്പോഴും തന്നെ മറ്റുള്ള കുട്ടികളുമായിട്ട് കമ്പയർ ചെയ്ത് എപ്പോഴും ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സിൽ ജീവിക്കുന്ന ഒരു കുട്ടിയായിരുന്നു.
അതുപോലെ അവന് ആത്മവിശ്വാസം തീരെയില്ലായിരുന്നു. ഡോക്ടർ കലാംസ് മെസ്സേജ് വാസ് ക്ലിയർ. ഡോക്ടർ കലാം പറഞ്ഞത് വളരെ വ്യക്തമാണ്. ഡോണ്ട് ലെറ്റ് ഫിയർ ഓർ സെൽഫ് ഡൗട്ട് ഹോൾഡ് യു ബാക്ക്. നിങ്ങളുടെ പേടിയോ ഭയമോ അല്ലെങ്കിൽ നിങ്ങൾക്കിത് ചെയ്യാൻ കഴിയുമോ എന്നുള്ള ചിന്ത നിങ്ങളെ ഒരിക്കലും പുറകോട്ട് വലിക്കാൻ പാടില്ല. എംബ്രേസ് ഹൂ യു ആർ ആൻഡ് ബിലീവ് ഇൻ യുവർ യുണീക്ക് എബിലിറ്റി. നിങ്ങളെ വിശ്വസിക്കുക, നിങ്ങളുടെ കഴിവിൽ നിങ്ങൾ വിശ്വസിക്കുക. As you continue your studies, navigate the challenges of being abroad. Remember that you are like that student with wings ready to soar high. അപ്പോൾ ഓർക്കുക, നിങ്ങൾ വിദേശത്ത് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ഒരുപാട് ചലഞ്ചസ് ഒക്കെ ചിലപ്പോൾ വരും. അതിനെല്ലാം നേരിട്ട് കൊണ്ട് നിങ്ങൾ ഉയർന്ന് പറക്കുക. ദ പാത്ത് മേ നോട്ട് ഓൾവേസ് ബി ഈസി. ഇപ്പോൾ വഴി എപ്പോഴും നല്ല എളുപ്പമുള്ള വഴിയായിരിക്കില്ല. ബട്ട് എവറി ചാലഞ്ച് ഈസ് ആൻ ഓപ്പർച്യൂണിറ്റി ടു ഗ്രോ ആൻഡ് ലേൺ. പക്ഷേ എല്ലാ പ്രശ്നങ്ങളും പ്രതിസന്ധികളും പുതിയ കാര്യങ്ങൾ പഠിക്കാനുള്ള അവസരങ്ങളായിട്ട് കാണുക. ആസ് ഡോക്ടർ കലാം എൻകറേജ്ഡ്, കീപ് യുവർ ഡ്രീംസ് അലൈവ് ആൻഡ് സ്റ്റേ ഫോക്കസ്ഡ് ഓൺ യുവർ ഗോൾസ്. അപ്പോൾ നിങ്ങളുടെ സ്വപ്നങ്ങൾ എപ്പോഴും മുറുകെ പിടിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ ലക്ഷ്യത്തിന് വേണ്ടി എപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുക. നോ മാറ്റർ ഹൗ ടഫ് തിങ്സ് ഗെറ്റ്, കീപ് ബിലീവിങ് ഇൻ യുവർ സെൽഫ് ആൻഡ് യുവർ പൊട്ടൻഷ്യൽ. യുവർ ജേർണി ഈസ് യുണീക്ക്. നിങ്ങളുടെ യാത്ര അതുല്യമാണ്. അത് മറ്റൊന്നിനോട് കമ്പയർ ചെയ്യാൻ കഴിയില്ല. ആൻഡ് ദ വേൾഡ് അറൗണ്ട് യു മൈ ട്രൈ ടു മേക്ക് യു കൺഫേം. നിങ്ങളുടെ ചുറ്റുമുള്ള ആളുകൾ നിങ്ങളോട് ചിലപ്പോൾ പറയും, ഇങ്ങനെ ചെയ്യാനൊക്കെ പറയും. പക്ഷെ അതല്ല നിങ്ങൾ ചെയ്യേണ്ടത്. ട്രൂ സക്സസ് കം ഫ്രം ബീയിങ് ദ ബെസ്റ്റ് വേർഷൻ ഓഫ് യുവർ സെൽഫ് ആൻഡ് പെർസ്യൂയിങ് യുവർ ഡ്രീംസ് വിത്ത് അൺവേവറിങ് ഡിറ്റർമിനേഷൻ. അപ്പം നിങ്ങൾക്കതൊന്നും അല്ല വേണ്ട. നിങ്ങൾ എന്താണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക, അതിനുവേണ്ടി പ്രയത്നിക്കുക, അതിനുവേണ്ടി ഉറച്ച തീരുമാനത്തോടെ മുന്നേറുക. I wanted to share this with you because I know you have great aspirations and bright future ahead. അപ്പം നിങ്ങളുമായിട്ട് ഇത് ഷെയർ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം നിങ്ങൾ ഒരുപാട് വലിയ സ്വപ്നങ്ങളുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ മുന്നോട്ട് പോവുക. ആൻഡ് റിമെമ്പർ ദാറ്റ് യു ഹാവ് ദ വിങ്സ് ടു അച്ചീവ് എനിത്തിങ് യു സെറ്റ് യുവർ മൈൻഡ് ടു. അപ്പം നിങ്ങളുടെ മനസ്സിൽ വിചാരിക്കുന്ന ഏത് കാര്യവും നേടിയെടുക്കാനുള്ള ചിറകുകൾ നിങ്ങൾക്കുണ്ടെന്നുള്ള കാര്യം മറന്നു പോകരുത്. ലുക്കിംഗ് ഫോർവേഡ് ടു ഹിയറിംഗ് ഫ്രം യു സൂൺ. നമുക്ക് വീണ്ടും ഉടൻ തന്നെ കാണാം. ക്യാച്ചിങ് അപ്പ് ഓൺ ഓൾ യുവർ എക്സൈറ്റിംഗ് അഡ്വഞ്ചേഴ്സ്. നമുക്ക് എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യാം. ടേക്ക് കെയർ ആൻഡ് സ്റ്റേ ഇൻസ്പയർഡ്. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. വാം റിഗാർഡ്സ്, അരവിന്ദ്. അപ്പോൾ അരവിന്ദ് ഈ ഒരു ലെറ്റർ ജോൺ എഴുതിയിട്ടുള്ള ഈ ഒരു ലെറ്ററാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത്. അപ്പോൾ ഇതിലെ മുഴുവൻ ആക്ടിവിറ്റീസും നമ്മൾ ഓൾറെഡി ചെയ്തു കഴിഞ്ഞു. ഇനി മറ്റ് പാഠങ്ങളുടെ വീഡിയോ നമ്മൾ ഉടൻ തന്നെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ഹാവ് എ നൈസ് ടൈം.